ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന LD ക്ലർക്കിൻ്റെ പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലയിലെ തൊഴിൽ വാർത്തയിലെ കട്ട് ഓഫും മലയാള മനോരമ പേപ്പറിൽ വന്നിട്ടുള്ള കട്ട് ഓഫ് ഡീറ്റെയിൽസുമാണ് പറയുന്നത്. പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലകളിലെ LD ക്ലർക്ക് തസ്തികകളിലേക്ക് ഓഗസ്റ്റ് 31-ന് PSC നടത്തിയ പരീക്ഷകളിലെ ചോദ്യങ്ങളിലധികം ശരാശരി നിലവാരത്തിലുള്ളതായിരുന്നു. ഇതുവരെ നടന്ന 3 LD ക്ലർക്ക് പരീക്ഷകളിൽ കടുപ്പം കുറഞ്ഞ ചോദ്യങ്ങൾ വന്ന പരീക്ഷയായിരുന്നു ഇത്. ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കാത്ത ഡയറക്റ്റ് ചോദ്യങ്ങളായിരുന്നു പൊതുവിജ്ഞാന ഭാഗത്ത് കൂടുതലുണ്ടായിരുന്നത്. പൊതുവിജ്ഞാനത്തിന് 45ഓളം ചോദ്യങ്ങളുടെ ഉത്തരം ഒറ്റ വായനയിൽ തന്നെ എഴുതാൻ വലിയൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾക്കും കഴിഞ്ഞിരിക്കും. വിവിധ മേഖലകളിലെ ചോദ്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഈ പരീക്ഷയ്ക്ക് വിവിധ ജില്ലകളിൽ 58-68 റേഞ്ചിലുള്ള കട്ട് ഓഫ് മാർക്കുകൾ പ്രതീക്ഷിക്കാം. കലയും സാഹിത്യവും കടുത്തു. കല, സാഹിത്യം, കായിക മേഖലകളിൽ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ കണ്ടെത്താൻ ശ്രമം നടന്നിട്ടുണ്ട്. എന്നാൽ ചോദ്യത്തിൻ്റെ രീതി തീർത്തും യുക്തിയുള്ളതല്ലായിരുന്നു എന്ന് വേണം പറയാൻ. അടുത്ത കാലത്തായിട്ട് ശ്രദ്ധേയരായി തുടങ്ങിയ യുവകവികളുടെ കവിതാശകലങ്ങൾ തിരിച്ചറിയാൻ ആവശ്യപ്പെട്ടത് കടന്ന കൈയായിപ്പോയി. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിലെ ഉപോത്കലമായ റെഫറൻസ് മെറ്റീരിയൽ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കി ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ടത് ചോദ്യകർത്താവിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഈ ചോദ്യത്തിൽ അതുണ്ടായില്ല. അടുത്തിടെ ചർച്ച ചെയ്യപ്പെട്ട ഏതാനും മലയാള നോവലുകളിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ ചോദിച്ചതും വ്യത്യസ്തമായിരുന്നു. എല്ലാ സൂചികളിലും തെറ്റി എന്ന തരത്തിലെ നെഗറ്റീവ് ചോദ്യമാണ് കായിക മേഖലയുമായി ബന്ധപ്പെട്ട ധ്യാൻചന്ദ് പുരസ്കാരത്തെപ്പറ്റി വന്നത്. നിയമവും കേരള ഭരണവും. വിവിധ നിയമങ്ങൾ, കേരള ഭരണം എന്നിവയിൽ ശരാശരിയിൽ കവിഞ്ഞ ധാരണകൾ വേണമെന്ന സന്ദേശമാണ് ഈ പരീക്ഷ നൽകുന്നത്. വിവിധ നിയമങ്ങളുടെ ഉള്ളടക്കങ്ങളിലേക്ക് കടന്നു ചെന്നുള്ള ചോദ്യങ്ങളായിരുന്നു വന്നത്. 2007 മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം സംബന്ധിച്ച നിയമത്തിൻ്റെ ചോദ്യത്തിൽ അച്ചടി പിശക് കൂടി വന്നു. വകുപ്പ് 2H എന്നത് ശരിയായ വിധത്തിലല്ല ചോദ്യപേപ്പറിൽ അച്ചടിച്ചത്. സിലബസിലെ മാർക്ക് നിബന്ധന പാലിച്ചില്ല. പൊതുവിജ്ഞാനത്തിലെ വിവിധ ഭാഗങ്ങളിലെ സിലബസുകളിൽ നൽകിയിട്ടുള്ള മാർക്ക് നിബന്ധന ഈ ചോദ്യപേപ്പർ പാലിച്ചിട്ടില്ല. കറണ്ട് അഫയേഴ്സിലാണ് ഏറ്റവും കുറവ് വന്നിരിക്കുന്നത്. 20 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉൾപ്പെടേണ്ടടുത്ത് 10 മാർക്ക് താഴെ മാത്രം ചോദ്യങ്ങളാണ് കറണ്ട് അഫയേഴ്സിൽ വന്നത്. അതേസമയം 3 മാർക്കിൻ്റെ മാത്രം ചോദ്യങ്ങൾ സിലബസിലുള്ള കമ്പ്യൂട്ടർ മേഖലയിൽ നിന്ന് 5-ൽ കൂടുതൽ ചോദ്യങ്ങളും വന്നു. പൊതുവിജ്ഞാനത്തിലെ മറ്റെല്ലാ ഭാഗങ്ങളിലും സിലബസ് സൂചനയേക്കാളും അധികം ചോദ്യങ്ങൾ വന്നു. സിലബസ് നിർദ്ദേശങ്ങൾക്കനുസൃതമായി ചോദ്യങ്ങളുടെ എണ്ണം ക്രമീകരിക്കേണ്ടത് പ്രൊഫഷണൽ കാഴ്ചപ്പാടോടെ നടത്തപ്പെടുന്ന ഏത് പരീക്ഷയിലും പ്രധാനമാണ്. PSC ഇത് മലയാള മനോരമയ്ക്കകത്ത് വന്ന കട്ട് ഓഫ് ഡീറ്റെയിൽസാണ്. PSC LD ക്ലർക്ക് പരീക്ഷ അടുത്ത ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം ഉയർന്ന നിലവാരമുള്ള ചോദ്യങ്ങൾ. LD ക്ലർക്ക് തസ്തികയിലേക്ക് PSC നടത്തിയ പരീക്ഷയുടെ 3ാം ഘട്ടം കഴിഞ്ഞു. പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലകളിലേക്കുള്ള LD പരീക്ഷയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. മുൻ പരീക്ഷകളെ അപേക്ഷിച്ച് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് എന്നിവ കടുപ്പം കുറവായിരുന്നു. അതേസമയം കണക്ക്, മെൻ്റൽ എബിലിറ്റി ഭാഗത്തു നിന്ന് ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു. സാഹിത്യം, കല, നിയമം എന്നിവയും ഉയർന്ന നിലവാരം പുലർത്തുന്ന ചോദ്യങ്ങളായിരുന്നു. കഴിഞ്ഞ 2 തവണ പരീക്ഷ പേപ്പർ കണ്ട് എക്കണോമിക്സിൽ വളരെ ഉയർന്ന നിലവാരം പ്രതീക്ഷിച്ച് പോയവർക്ക് അത്ര കടുപ്പത്തിലുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നില്ല എന്ന് ആശ്വസിക്കാം. മലയാളത്തിൽ നിന്ന് 6 മാർക്ക്, ഇംഗ്ലീഷിൽ നിന്ന് 7 മാർക്ക്, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ നിന്ന് 5 മാർക്ക് എന്നിങ്ങനെ ആ ഭാഗത്തു നിന്നുള്ള ആകെയുള്ള 30 മാർക്കിൽ 18 മാർക്ക് ശരാശരി ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ബാക്കിയുള്ള 70-ൽ 17 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ നോക്കിയാൽ GK ഭാഗത്തു നിന്ന് 40 മുതൽ 60 വരെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. കഴിഞ്ഞ 2 ഘട്ട പരീക്ഷകൾക്ക് 50-നും 60-നും പ്രതീക്ഷിച്ച കട്ട് ഓഫ് മാർക്ക് ഇതിപ്പോൾ 60-നും 70-നും ഇടയിൽ കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കാം. ഇതൊന്നും അന്തിമമല്ല, കണക്കുകൂട്ടൽ മാത്രമാണ്. അടുത്ത ഘട്ടത്തിൽ പരീക്ഷ എഴുതേണ്ട ജില്ലക്കാർ ഇതുവരെ നടന്ന 3 പരീക്ഷകളുടെയും ചോദ്യപേപ്പർ വിശദമായി പരിശീലിക്കണം. ഓക്കെ, നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.